നമ്മൾ ശ്രീജ എന്ന് പറഞ്ഞ ടീച്ചർ അയച്ച ഒരു സന്ദേശമാണ്. അതായത് പോർഷൻ ട്രാക്കറിൽ ആപ്പ് എല്ലാ ഫോണിലും ചെയ്യാനാവുന്നില്ല, സ്റ്റോറേജ് പ്രശ്നം പറയുന്നുണ്ട്, റേഞ്ച് പ്രശ്നം, അതേപോലെ തന്നെ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ക്യാഷ് ഫോൺ 8 വർഷത്തിൽ കൂടുതൽ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട്, FRC ചെയ്യാൻ കഴിയുന്നില്ല. ഇത് പൊതുവേ ഉള്ള ഒരു സംശയം തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും ബാധകമാകുന്ന ഒരു സംശയമാണ് നമ്മുടെ ടീച്ചർ അറിയിച്ചിട്ടുള്ളത്. നമുക്കറിയാം തുടക്കകാലങ്ങളിൽ പോർഷൻ ട്രാക്കർ ചെയ്യുന്നതിന് ഒരു ക്യാഷ് ഫോൺ അനുവദിച്ച് തരുന്നിരുന്നു, 8 വർഷക്കാലമായി. അത് തുടക്കകാലങ്ങളിലൊക്കെ അതൊക്കെ നമുക്ക് 2 GB റാം കൊണ്ട് തന്നെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ ചെയ്തവരാണ് നമ്മൾ. പക്ഷേ ഇന്ന് അങ്ങനെയില്ല. പോർഷൻ ട്രാക്കറിൽ KYC FRC ഉൾപ്പെടെ 13 രജിസ്റ്ററുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ക്യാഷ് ഫോൺ, പ്രത്യേകിച്ച് 8 വർഷം കാലപ്പഴക്കമുള്ള ഫോൺ ഉപയോഗപ്പെടുത്തി നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഒരുപാട് ടീച്ചേഴ്സ് പറയുന്നത്. ഉറപ്പായിട്ടും നമ്മൾക്ക് പുതിയ പ്രതീക്ഷയോടുകൂടി പുതിയൊരു സംവിധാനത്തിലേക്ക് മാറുന്ന സാഹചര്യം അടുത്ത് തന്നെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മളും അറിയണത്. അപ്പോൾ തുടർന്ന് ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും സ്വന്തം ഫോണിലൊക്കെ തന്നെയാണ് ചെയ്ത് പൂർത്തിയാക്കുന്നത്. ഉറപ്പായിട്ടും അതിനൊരു സാഹചര്യം മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അടുത്തത് ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ ടീച്ചർ അയച്ചത്, സാർ പ്രഗ്നൻറ്റിനെ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദറിലേക്ക് മാറ്റിയിട്ട് ലാക്ടേറ്റീവ് മദറിൽ വരുന്നില്ല, പ്രഗ്നൻറ്റ് പ്രൊഫൈൽ എല്ലാം കറക്റ്റാണ്, THR ഫേസ് ക്യാപ്ചർ പറ്റുന്നില്ല. ടീച്ചർ സംശയമാണ്. സാധാരണ നമുക്കറിയാം പോർഷൻ ട്രാക്കറിനകത്ത് പ്രഗ്നൻറ്റ് വുമണായിട്ട് നമ്മൾ ഒരാളെ ആഡ് ചെയ്യുന്ന സമയം കൃത്യമായിട്ടുള്ള LMP തന്നെ നിങ്ങൾ രേഖപ്പെടുത്തണം. അത് ആധികാരികമായിട്ടുള്ള രേഖ പരിശോധിക്കണം. അത് MCP കാർഡാണെങ്കിലും RCH ID ആണെങ്കിലും കൃത്യമായി രേഖപ്പെടുത്തിയാൽ മാത്രമാണ് യഥാസമയം അവരുടെ 7, 8, 9, 10 മാസ കാലയളവ് നമുക്ക് അവർക്കുള്ള സേവനങ്ങൾ പോർഷൻ ട്രാക്കറിലൂടെ രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ കൊടുക്കേണ്ട സേവനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കൃത്യസമയത്ത് തന്നെ ഡെലിവറി ആയ ഉടനെ തന്നെ അവർ ലാക്ടേറ്റീവ് മദറിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഒരു പ്രഗ്നൻറ്റ് വുമണെ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ എന്ന ഓപ്ഷൻ ഉപയോഗപ്പെടുത്തുന്നത് കൃത്യമായിട്ടും ആ എക്സ്പെക്റ്റഡ് ഡെലിവറി ഡേറ്റ് കൃത്യമായി നിങ്ങൾക്കറിയാം. അതിനാണ് നമുക്ക് അപ്കമിങ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോർഷൻ ട്രാക്കറിനകത്ത് ആക്ഷൻ സെൻറ്ററിൽ ഒരു ഐക്കൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെനിഫിഷ്യറി എപ്പോഴാണ് നമ്മുടെ ഈ ഫോണിൽ നിന്നും മാഞ്ഞു പോവുക എന്നുള്ളത് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ കൃത്യമായി അവരുടെ ഡെലിവറി മാർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. മാർക്ക് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ ഇവരെ ഒന്നും തന്നെ നമുക്ക് ലാക്ടേറ്റീവ് മദറായിട്ട് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ടീച്ചർ പറഞ്ഞ സംശയപ്രകാരം ലാക്ടേറ്റീവ് മദറിലേക്ക് മാറ്റി പിന്നീട് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദറിലേക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയിട്ടുണ്ടോ അതോ സെർവറിലേക്ക് കയറാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഉടനെ തന്നെ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിനാണ് നമ്മൾ മുകൾ കാണുന്ന ക്ലൗഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയം, അതായത് മൈഗ്രേറ്റ് ടു ലാക്ടേറ്റീവ് മദർ എന്ന് നിങ്ങൾ മാറ്റിയ ഉടനെ തന്നെ ക്ലൗഡ് ബട്ടൺ കൂടി വിസിറ്റ് ചെയ്യണം. അവിടെ ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലോ അല്ലെങ്കിൽ സെർവർ ബിസി ആണെങ്കിലോ ഇത് അങ്ങോട്ട് പോവില്ല. അങ്ങനെ പോയാൽ തന്നെ 24 മണിക്കൂർ വരെ ചിലപ്പോൾ നമ്മുടെ ലിസ്റ്റിലേക്ക് വരാൻ സമയമെടുക്കും എന്നുള്ളതാണ്. എന്നിട്ട് നിങ്ങൾക്ക് കാണുന്നില്ല, ഒരാഴ്ച പിന്നിട്ടിട്ടും സക്സസ്ഫുൾ ആണെങ്കിലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് AWC മൈഗ്രേഷൻ വഴി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അല്ലെങ്കിൽ ബെനിഫിഷ്യറി ലോഗിൻ വഴി അവരുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ ഏത് സെൻറ്ററിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അടുത്തത് ദിവ്യ എന്ന് പറയുന്ന ടീച്ചർ അയച്ച മെസ്സേജാണ്. അംഗൻവാടിയിൽ വരുന്ന കുട്ടിയെ അറിയാതെ സ്കൂൾ ഗോയിങ് അടിച്ചു, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അറിയാതെ എന്നുള്ള വാക്ക് തന്നെ ഇനി നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോഷകഭാഷ എന്ന ചാനലിലേക്ക് ഓരോ സെഷനുകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. അതുകൊണ്ടാണ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സെഷനുകളും മനസ്സിലാക്കണം എന്ന് പറയുന്നത്. കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള തെറ്റുകൾ സംഭവിക്കാതെ പോർഷൻ ട്രാക്കർ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും. ഇത്തരത്തിൽ സ്കൂൾ ഗോയിങ് എന്ന് അറിയാതെ കൊടുത്തു കഴിഞ്ഞാലും അറിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ പോർഷൻ ട്രാക്കറിലേക്ക് അങ്കണവാടിയിലേക്ക് തിരിച്ചു വരുന്ന കുട്ടിയായിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത് തിരിച്ചറിയുക. ഇനി അത്തരത്തിൽ സംഭവിച്ചു പോയെങ്കിൽ ഇനി നമുക്ക് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ അനാവശ്യമായിട്ട് പ്രൊഫൈൽ ഡിലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം, നമ്മൾ നാളിതുവരെ ചെയ്ത് പൂർത്തിയാക്കിയ ആ ഗുണഭോക്താവിന് കൊടുത്ത എല്ലാ സേവനങ്ങളുടെ ഹിസ്റ്ററിയും ഡിലീറ്റ് ആയി പോകും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് നിങ്ങളെ സൂപ്പർവൈസർ വഴി ഒന്ന് ആലോചിച്ച് അവർക്കൊരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചു പോയത് എന്നുള്ളത് റിക്വസ്റ്റ് കൊടുത്ത് സൂപ്പർവൈസർ പരിശോധിച്ച് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മളെ ബ്ലോക്ക് സ്റ്റാഫുമായി കോൺടാക്റ്റ് ചെയ്യുകയുള്ളൂ. അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് പുതിയ രജിസ്ട്രേഷൻ ആ കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി പൂർത്തിയാക്കുക. അടുത്തത് പ്രിയ കുമാരി നടന്നുകൊണ്ട് ഫുൾ നെയിം അല്ല ടീച്ചർ അയച്ചത് ECC കളർ കോഡ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ സെഷൻ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ടീച്ചർ അതൊന്ന് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. 2 കളറാണ് കാണുക. നീല കളർ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അന്നാളെന്നുള്ളത്. അല്ലാത്ത പിങ്കോ ഓറഞ്ച് ഷെയ്ഡുള്ള കളർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അന്ന് നിങ്ങൾ NCC മാർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതെങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്, കൃത്യമായി മനസ്സിലാക്കുക. അടുത്തത് അമ്മൂസ് എന്ന് പറയുന്ന ടീച്ചറാണ്.
സർ, ബെനിഫിഷ്യറി സ്വന്തമായി തന്നെ രജിസ്റ്റർ ചെയ്താലും നമ്മുടെ ലോഗിനിൽ എത്തുന്നില്ല. മറ്റേതെങ്കിലും സെൻറ്ററിൽ പോയിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി ബെനിഫിഷ്യറി ലോഗിൻ വഴി കയറി നോക്കിയാലും നമ്മുടെ സെൻട്രൽ നമ്പറാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ബെനിഫിഷ്യറി എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് കൃത്യമായി അറിഞ്ഞിരിക്കുക. പോഷൻ ട്രാക്കറിനകത്ത് 3 തരത്തിലാണ് ഗുണഭോക്താക്കളെ ചേർക്കാനുള്ള ഓപ്ഷൻ ഉള്ളത്. അതിലൊന്നാമതാണ് അംഗൻവാടി വർക്കർ ലോഗിൻ, രണ്ടാമത് ബെനിഫിഷ്യറി ലോഗിൻ വഴി. ബെനിഫിഷ്യറിക്ക് വീട്ടിലിരുന്ന് അവരുടെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തി ഇത്തരത്തിൽ ഗുണഭോക്താവിനെ രജിസ്റ്റർ ചെയ്യാം. ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ വിവരങ്ങളും കൃത്യമായി തന്നെയാണോ ഗുണഭോക്താവ് കൊടുക്കുന്നത് എന്ന് തിരിച്ചറിയാം. അവിടെ നിയർ ബൈ എന്ന് കാണുന്ന ഭാഗത്ത് കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അടുത്തുള്ള അംഗൻവാടിയിലേക്ക് ഈ രജിസ്ട്രേഷനുകളൊക്കെ തന്നെ റിക്വസ്റ്റുകളായിട്ട് എത്തുകയുള്ളൂ. അത്തരത്തിൽ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഫോണിനകത്ത്, അതായത് അംഗൻവാടി വർക്കറുടെ പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്ത് മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ബെനിഫിഷ്യറി ഇൻ്റർഫേസ് റിക്വസ്റ്റ് എന്നുള്ള ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ പെൻഡിങ് ലിസ്റ്റിൽ ഇവരൊക്കെ വന്നുകൂടുക. ഉറപ്പായിട്ടും പെൻഡിങ് ലിസ്റ്റിൽ കൃത്യമായി അവർ ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി അംഗൻവാടി നിയർ ബൈ എന്നുള്ള ഓപ്ഷനൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ ഈ ഭാഗത്തേക്ക് കടന്നു വരുമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ അപ്രൂവൽ കൊടുത്താൽ മാത്രമാണ് ബെനിഫിഷ്യറി ലിസ്റ്റിലേക്ക് കടന്നു വരികയുള്ളൂ. ഉറപ്പായിട്ടും ഒന്നുകൂടെ ചെക്ക് ചെയ്യുക ടീച്ചർ. അതായത് ഇവിടെ ബെനിഫിഷ്യറി ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് OTP ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സെൻറ്ററിലാണ് നിലവിൽ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കും. നിലവിലോട് വന്നിട്ടേ ഇല്ലെങ്കിൽ അവിടെ രജിസ്റ്റേർഡ് ആയിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പുതിയ രജിസ്ട്രേഷൻ തുടങ്ങുക. അടുത്ത നമ്മളൊരു ടീച്ചർ പറഞ്ഞത് BCG ഡേറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ കുറച്ച് ലേറ്റായിട്ടാണ് കാണിക്കുന്നത്. OPV 0 ഡോസിൻ്റെ കൂടെ അത് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. ടീച്ചറുടെ അഭിപ്രായം നല്ലതാണ്. ഈ അഭിപ്രായം ഉറപ്പായിട്ടും നമ്മൾ മുകളിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഉറപ്പായിട്ടും പുതിയ അപ്ഡേഷൻ വരുമ്പോൾ നമുക്കിതൊക്കെ വരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്തത് മോനിഷ എന്നുള്ള ലേബലിൽ വന്നിട്ടുള്ള ടീച്ചർ, ഗ്രോത്ത് ചെയ്യുമ്പോൾ ഹൈറ്റ് വെയിറ്റ് തെറ്റിപ്പോയാൽ അത് തിരുത്താൻ ടീച്ചറിന് പറ്റും. ടീച്ചർക്ക് ഒരിക്കലും ഇത്തരത്തിൽ ഹൈറ്റും വെയിറ്റും രേഖപ്പെടുത്തിയത് തിരുത്താൻ കഴിയില്ല. അതുമാത്രമല്ല, ആ മാസത്തിൽ ഒരു ദിവസം മാത്രമേ നമുക്ക് ഒരു എൻട്രി ആയിട്ട് രേഖപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഒരു കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം തനത് മാസത്തിൽ ഒരു തവണ മാത്രമേ നമുക്ക് അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും രേഖപ്പെടുത്താൻ കഴിയുകയുള്ളൂ. പിന്നീട് തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം സൂപ്പർവൈസർക്ക് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പ് വഴി തിരുത്താനുള്ള അധികാരമുണ്ട്. കൃത്യമായി അത് അവരെ ബോധിപ്പിച്ച് റിക്വസ്റ്റ് കൊടുത്ത് അത് നമുക്ക് മാറ്റി എൻ്റർ ചെയ്യിപ്പിക്കാവുന്നതാണ്. ടീച്ചർക്ക് അത്തരത്തിലുള്ളൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നമ്മുടെ ശ്രീജ എന്ന് പറയുന്ന ടീച്ചറുടെ സംശയമാണ്. അതായത് രാവിലെ പോഷൻ ട്രാക്കറിൽ അംഗൻവാടി ഓപ്പൺ എന്ന് കാണിക്കുന്ന സമയം ഗ്രീൻ കളറിലൊക്കെ കാണും. എന്നാൽ മേഘാവൃത്തത്തിൽ 0 എന്നുണ്ടാവും. പക്ഷേ ആ മേഘത്തിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ പെൻഡിങ് ഫയൽ എന്ന് കാണാൻ സാധിക്കും. ഇത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ്. സാധാരണ ഇത് ഒരുപാട് ടീച്ചേഴ്സിൻ്റെ ഉള്ള സംശയമാണ്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അതിൻ്റെ ഉത്തരവും നമ്മൾ പോഷകഭാഷ എന്ന ചാനലിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി ആ സെഷനുകളൊക്കെ ഒന്ന് മനസ്സിലാകുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ വരുന്ന ഒരു സാഹചര്യം ആദ്യം നമ്മൾ തിരിച്ചറിയേണ്ടത് എന്താണ്? പോഷൻ ട്രാക്കർ എന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഇൻ്റർനെറ്റോടുകൂടിയും ഇൻ്റർനെറ്റ് ഇല്ലാതെയും പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. അതിലെ ചില ഭാഗങ്ങളാണ് ഇൻ്റർനെറ്റ് ഇല്ലാതെ നമുക്ക് രേഖപ്പെടുത്തുക. അതിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡെയിലി ട്രാക്കിംഗ് ആണ്. ടീച്ചറുടെ ഫോണിനകത്ത് ഇൻ്റർനെറ്റ് ഇല്ലെങ്കിലും ഇത്തരത്തിൽ ഡെയിലി ട്രാക്കിംഗ് പേജ് ഓപ്പൺ ചെയ്യുന്നത് ആദ്യം അംഗൻവാടി തുറക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അംഗൻവാടി ഓപ്പൺ എന്ന് കൊടുത്താൽ പച്ച നിറം കാണും. പക്ഷേ ഏറ്റവും മുകളിൽ ഇൻ്റർനെറ്റ് ഇല്ല എന്നുള്ളൊരു സാഹചര്യം താഴെ എഴുതി കാണിക്കും. ഏറ്റവും മുകളിൽ ഒരു ക്ലൗഡ് ബട്ടൺ ഉണ്ട്, അതാണ് മേഘാവൃത്തം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 0 എന്നോ 1 എന്നോ കാണാൻ സാധിക്കും. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ അവിടെ 1 തന്നെ നിങ്ങൾക്ക് കാണും. ആ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പെൻഡിങ് ഫയലായിട്ട് കാണാൻ സാധിക്കും. ഇതിനർത്ഥം ഇൻ്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഫോണിൽ തുറന്നതായിട്ട് കാണും. പക്ഷേ ഇത് സപ്പോർട്ടീവ് സൂപ്പർവിഷൻ ആപ്പിലോ ഡാഷ്ബോർഡിലോ ഇത് റിഫ്ലക്റ്റ് ആവുന്നില്ല. അതായത് നിങ്ങൾ ചെയ്ത പ്രവർത്തനം അങ്ങോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് സംവിധാനം വേണം. സെർവറിലൂടെ കടന്നാലേ ഇത് എല്ലാ ഭാഗങ്ങളിലും തുറന്നു എന്ന് കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോഴൊക്കെ സപ്പോർട്ടീവ് സൂപ്പർവൈസറുടെ സൂപ്പർവിഷൻ ആപ്പിൽ നിങ്ങൾ തുറന്ന ഉടനെ തന്നെ ആ ഭാഗത്ത് തുറന്നു എന്നുള്ളത് ടൈം സ്റ്റാമ്പോടുകൂടി കാണാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അംഗൻവാടി തുറക്കുന്ന സമയം നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം? ഇൻ്റർനെറ്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കണം. അതേപോലെ തന്നെ ഈ കാര്യങ്ങൾ ഇവിടെ പെൻഡിങ് ടു സേവ് എന്ന് കാണുന്ന ഭാഗത്ത് 0 ആണെന്നുള്ളത് നിർബന്ധമായും മനസ്സിലാക്കുക. അതായത് മേഘാവൃത്തം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടണം. അവിടെ ഒന്നുണ്ടെങ്കിൽ അവിടെ അംഗൻവാടി സ്റ്റാറ്റസ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് ആ കാണുന്ന റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യുക. കറങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പെൻഡിങ് ഒന്നും ഇല്ല എന്നുള്ള ഒരു പോപ്പപ്പ് മെസ്സേജ് നിങ്ങൾക്ക് കാണും. അങ്ങനെയാണ് നിങ്ങൾ അംഗൻവാടി പൂർണ്ണമായും തുറന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടത്. ഇനി നമ്മുടെ സവിത എന്ന് പറയുന്ന ടീച്ചറുടെ ഒരു സംശയമാണ്. പോഷൻ ട്രാക്കറിൽ ഒരു എഡിറ്റ് ഓപ്ഷൻ ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതും അതേപോലെ തന്നെ മെയിൽ ഫീമെയിലൊക്കെ പറ്റിപ്പോയാൽ പിന്നെ സൂപ്പർവൈസർ ഡീആക്ടിവേറ്റ് ചെയ്യണ്ടേ? ഞങ്ങൾക്ക് അതെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സൗകര്യമായിരുന്നു എന്നുള്ളതാണ്. കൃത്യമായി മനസ്സിലാക്കുക. ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ നമ്മുടെ ടീച്ചേഴ്സിന് തരാത്തത് കൃത്യമായി അറിഞ്ഞിരിക്കണം.
കൂടെയുള്ള പ്രൊഫൈൽ ഡിലീഷൻ വരുന്ന സമയം എൻ്റയർ ഡാറ്റ തന്നെ, അതായത് നമ്മുടെ പ്രൊജക്റ്റ് തലത്തിലുള്ള ഡാറ്റ മാത്രമല്ല കേരളത്തിലുള്ള മുഴുവൻ ഡാറ്റകൾ തന്നെ തെറ്റിപ്പോകാനുള്ള ഒരു സാഹചര്യമുണ്ട്. അനാവശ്യമായിട്ടോ അകാരണത്താലോ ഇടയ്ക്കിടെ ഡിലീറ്റ് ആക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സ്ട്രിക്റ്റായിട്ട് ആ ഒരു ഡിലീറ്റ് ഓപ്ഷൻ എടുത്തു കളഞ്ഞത്. ആയതുകൊണ്ട് തന്നെ ഒരു ഗുണഭോക്താവിൻ്റെ വിവരങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യഥാർത്ഥമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള രേഖയുടെ അടിസ്ഥാനത്തിൽ മാത്രമാവണം എന്നുള്ളത് നിർബന്ധമാണ്. നമുക്കറിയാം, കാരണം അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ അതേപോലെ തന്നെ ഒരു ഗർഭിണി ആഡ് ചെയ്യുമ്പോൾ അവരുടെ LMP ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു കുട്ടി ആഡ് ചെയ്യുമ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലും തെറ്റായി എൻ്റർ ചെയ്യുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഡിലീറ്റ് ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്കറിയേണ്ടത്, ഒരു ഗുണഭോക്താവിനെ ആഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള രേഖകൾക്ക് അടിസ്ഥാനപ്പെടുത്തി കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പോർഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്താൻ കഴിയുള്ളൂ. അത് തെറ്റി വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഏതോ ഗുണഭോക്താവിനെ എങ്ങനെയോ ചേർക്കുന്നു എന്നുള്ള രൂപത്തിലാണ് കടന്നു വരിക. അതൊഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഡാറ്റ പോർഷൻ ട്രാക്കറിലേക്ക് വരുന്നതിനാണ് ഡിലീറ്റ് ഓപ്ഷൻ ഒഴിവാക്കിയിട്ടുള്ളത്.